എൻ്റെ പൊളിറ്റിക്സിനോടൊപ്പം എൻ്റെ പ്രൊഫഷൻ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് അമേരിക്കയിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആർഗ്യ ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രൊഫഷനും പൊളിറ്റിക്സും രണ്ടും കുറച്ച് സ്ട്രഗിളാണ്, കുറച്ച് പാടാണ്. അങ്ങനെ ഇത്ര ഈസി അല്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടും കൂടെ ഒന്നിച്ചാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലെ തുടർന്നുള്ള അനുഭവം, ചുരുങ്ങിയ കാലത്തുള്ള അനുഭവം കൊണ്ട് കേരള രാഷ്ട്രീയത്തില് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വിദേശികൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടായിരിക്കും കേരളത്തിലുള്ളവർ കാണുന്നത്. അപ്പം വെളിയിൽ നിന്ന് കാണുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ഏതാണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ല, 56 കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം മാറി മാറി വന്നിട്ടുള്ള UDF ഗവൺമെന്റും LDF ഗവൺമെന്റുമാണ്. രണ്ടും കൂടെ കൂടിയതും ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ മുന്നണി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം ഏറ്റവും വിദേശത്തേക്ക്, അതായത് ഞാൻ കേരളത്തിന് വെളിയിലേക്കുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അന്യ സംസ്ഥാനങ്ങളിലേക്കാകാം, അന്യ രാജ്യങ്ങളിലേക്കാകാം, അങ്ങനെ വന്നിട്ടുള്ള. ഇപ്പം അമേരിക്കയെ വെച്ച് നോക്കിയാൽ ഇപ്പം പിന്നെ ഇഷ്ടം മലയാളി എവിടെ തിരിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പ്രദേശമെല്ലാം മലയാളികൾ ഒത്തിരി കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് എന്റെ നിരീക്ഷണത്തിൽ ഒരു 60കൾ മുതലാണ് കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് എന്തുകൊണ്ടാണ്, അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചു മുതലുള്ള കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രവാസമാണ് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ ജനസംഖ്യ മലയാളികൾ കൂടുതൽ വിദേശത്താണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ ഇല്ല, എങ്കിലും എന്നെ ഒരു പൊതുവെ വെച്ച് നോക്കിയാൽ, കാരണം അമേരിക്കയിൽ മലയാളി ഇല്ലാത്ത ലോകത്തിലൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പരാജയമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രാഷ്ട്രീയത്തിന്റെ പരാജയം എന്ന് പറയുന്നതിനേക്കാളും അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, അതിന് ഒരു ആൻസർ, അതിൻ്റെ ഒരു റീസൺ പൊളിറ്റിക്കലി അനലൈസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ ശക്തമായ അതിൻ്റെ പിന്നിലുണ്ട്. എന്നിരുന്നാൽ പോലും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ കാരണങ്ങളും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതിയും ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിഷൻ കൂടി വെച്ചിട്ടാണ്. അവരുടെ ദീർഘവീക്ഷണം അതാണല്ലോ ഭരണം. ജനാധിപത്യത്തിന് ഭരണം അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഭാവി തീരുമാനിക്കപ്പെടുന്നു ഭരണകർത്താക്കളുടെ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കേരളം ഒരുപാട് മേഖലകളിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മൾ രാജ്യത്തെ തന്നെ മികച്ച ഒരു സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നിന്നുമുള്ള ജനങ്ങളുടെ ഒഴുക്ക്, പ്രവാസികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു പ്രവാസം, അത് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. മുമ്പുള്ള ഓരോ ഘട്ടത്തിലും മൈഗ്രേഷന് ഓരോ രീതി ഉണ്ടായിരുന്നു. മുമ്പ് കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഒരു സമയത്ത് ഏറ്റവും മിടുക്കരായ ആളുകൾ അവസരം തേടി പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നെങ്കിൽ, പിന്നീട് ഗൾഫ് ഇതിലേക്ക് വരുമ്പോൾ ജോലിക്ക് വേണ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലും നിലയിൽ ഒരു തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്തി വരുമാനം കാണുന്നതിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നും മനസ്സുകൊണ്ട് പറിച്ച് നടാതെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോകാതെ ശരീരവും അല്ലെങ്കിൽ അവരുടെ കുടുംബമൊക്കെ ആയി വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അതുമായി തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിലാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവാസം അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയാൻ കഴിയും. പക്ഷേ തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ ഏറ്റവും അപകടകരമായ ഇപ്പോൾ അതിന് ശേഷമുണ്ടായ ഒരു പ്രവാസം എന്ന് പറയുന്നെങ്കിൽ പ്രയാണം എന്ന് പറയുന്നത്, കേരളം വിട്ട് ഇതര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റി പറിച്ചു നടുന്നതിന് തയ്യാറെടുത്തുള്ള ഒരു പോക്ക് എന്നുള്ളത്. ഏറ്റവും ഒടുവിലായി ഒരു ഡെസ്പറേറ്റ് മൈഗ്രേഷൻ കേരളത്തിൽ നടന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും യുവാക്കളും വളരെ ഒരു നിരാശാബോധത്തോടു കൂടി നാട്ടിൽ നിന്നും എങ്ങനെയും പുറത്തു കടക്കുക, രക്ഷപ്പെടുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ
എത്തി നിൽക്കുന്ന ഒരു ഡെസ്പറേറ്റ് മൈഗ്രേഷൻ്റെ കാഴ്ച. അത് വളരെ അപകടകരമായ, വളരെ ആശങ്കാജനകമായ, ഞങ്ങളെപ്പോലുള്ളവരെ പൊതുരംഗത്ത് നിൽക്കുന്നവർ രാഷ്ട്രീയ നേതാക്കന്മാരോ എന്നതിനേക്കാൾ ഉപരി ഒരു കേരളത്തിൻ്റെ ഒരു ശരാശരി പൗരൻ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മലയാളി എന്ന നിലയിൽ വലിയ ആശങ്കകളോട് നോക്കിക്കാണുന്ന ഒരു പുതിയ ഒരു ട്രെൻഡാണ് ചെറുപ്പക്കാർ നാടുവിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരു വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ ആ വിഷയം അന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ, യുവാക്കൾ കൂട്ടത്തോടെ നാടുവിടുന്നതും ഈ ഡെസ്പറേറ്റ് മൈഗ്രേഷനും നമ്മളെ ഭാവിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ബാധിക്കുന്നതാണെന്നും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള വിഷയം അവതരിപ്പിച്ചെങ്കിലും അതിനോട് നിഷേധാത്മകമായ സമീപനം അല്ലെങ്കിൽ അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗം നിർഭാഗ്യവശാലും ഉണ്ടായത്. ഇപ്പോൾ ഈ പ്രവാസം നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളികളുടെ നാടുവിട്ട് ഉള്ള പ്രയാണത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറെ ആശങ്കാജനകമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനെ കുറച്ചുകൂടി വിപുലമായിട്ട് പറഞ്ഞാൽ അതിനെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞ് സാർ പറഞ്ഞ മാതിരി തന്നെ ഒരു നിസാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് പക്ഷേ അത്ര നിസാരവൽക്കരിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് 60 മുതലുള്ള കുടിയേറ്റത്തെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു. അവിടെ ഒരു കാലത്ത് പോയിരുന്നത് പിന്നെ ജീവിക്കാൻ വേണ്ടി പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ പോകുന്നവർ തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരളം മലയാളികളില്ലാത്ത ഒരു സ്ഥാനമായി മാറുന്നത് പോലെയും, അതുപോലെ തന്നെ മലയാളി എന്ന് പറയുന്ന ആൾ തന്നെ അവിടെ ഏതാണ്ട് എക്സ്റ്റിങ്റ്റ് ആകുന്ന ഒരു കാലഘട്ടം. അതായത് പിന്നെ നമ്മൾ ഈ ചില വന്യമൃഗങ്ങളൊക്കെ അന്യം നിന്ന് പോവുക, അല്ലെ വംശനാശം സംഭവിക്കുക എന്ന് പറയുന്ന പോലെ കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നതായിട്ടാണ് പൊതുവെ ഇപ്പോൾ കേട്ടുവരുന്ന ഒരു കാര്യം. അതിന് ഉള്ള പരിഹാരം എന്താണ് പിന്നെ MLA എന്നുള്ള നിലയ്ക്ക് മാത്യു കുഴൽനാടന് പറയാനുള്ളത്? അതിനുള്ള ഒരു പരിഹാരം, അതായത് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണോ അവർ പോകുന്നത്, അതല്ല ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ഇവരെ നാടുവിടുന്നത്? ഇപ്പോഴത്തെ പ്രത്യേകിച്ച് യുവജനത പോകുന്നതിനെ പറ്റി അതായത് തടയാനോ അല്ലെങ്കിൽ അവർക്ക് എന്ത് രീതിയിലുള്ള ഒരു ഇൻസെന്റീവ് കൊടുത്താലാണ് അവരവിടെ താമസിക്കുന്നത്, എന്ത് ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയാൽ, അതായത് ജോലി കഴിഞ്ഞാൽ നല്ലൊരു നിലയിൽ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ പലരും പോകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 40 വർഷം എന്നെ പോലെ അനേകർ ഈ പിന്നെ ലോകത്തിലെല്ലാം ഉണ്ട്. അവരെല്ലാം പോയത് അവസരം തേടിയിട്ടാണ്. അതായത് കേരളത്തിൽ ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിൽ ഒരു നല്ല ശതമാനം പോകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് തടയിടാനും അല്ലെങ്കിൽ തടയിടേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെയാണ് അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ല, അവസാനം പറഞ്ഞു നിർത്തടുത്ത് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു മൈഗ്രേഷന്റെ ട്രെൻഡ് അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തടയേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം അതല്ലെങ്കിൽ സമീപഭാവി കേരളം ഒരു വൃദ്ധസദനം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടിയും ഒരു പ്രായമുള്ളവർ മാത്രം അധിവസിക്കുന്ന യുവജനത, ചെറുപ്പക്കാര്, അല്ലെങ്കിൽ ഒരു യങ് വർക്കിംഗ് ഫോഴ്സ് ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയും അത് കേരളത്തിൻ്റെ എല്ലാ നിലയിലും കേരളത്തിൻ്റെ സാധ്യതകളെ ഗുരുതരമായി പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം നിസ്തർക്കമാണ്, സംശയം നമുക്ക് പറയാൻ കഴിയും. പിന്നെ അത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ആദ്യത്തെ ഈ ചോദ്യത്തിൻ്റെ ആദ്യ പാർട്ട് അതായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഞാനന്ന് നിയമസഭയിൽ സൂചിപ്പിച്ചിരുന്നു, അതിന് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ഉണ്ട്. അതിന് കേവലം ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഘടകം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അതിൻ്റെ അകത്ത് സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട്, രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട്, സാമ്പത്തിക അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഒന്ന്, നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവർക്ക് തൊഴിലില്ലാതെ, അവരാഗ്രഹിക്കുന്ന തൊഴിൽ കിട്ടാതെ അവരറിയുന്നൊരു വിശേഷമുണ്ട്.
തീർച്ചയായിട്ടും ഒരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച്